ഹലോ ഫ്രണ്ട്സ്, ബ്യൂട്ടി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഹെയർ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. വളരെ ചുരുക്കം പേരൊക്കെ ഉള്ളൂ നാച്ചുറലായിട്ടുള്ള ഹെയർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നവർ. അല്ലാത്ത ഭൂരിഭാഗം ആളുകളും സ്ട്രൈറ്റനിങ്ങും അതുപോലെ കെരാറ്റിനും ഹെയർ സ്പാ അങ്ങനെ പലവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹെയറും ഉള്ള ടെക്സ്ചറിൽ നിന്ന് മാറുകയും ഹെയർ നല്ല രീതിക്ക് തന്നെ ഡാമേജ് ആവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവേ ഹെയർ കെയറുകളൊന്നും നാച്ചുറലായിട്ടുള്ള ഹെയർ കെയറുകളൊന്നും ചെയ്താലും പിടിക്കത്തില്ല. പിന്നെ അവർക്ക് ഹെയർ എന്താ പറയുക, ഉള്ള ഹെയറും കൂടെ പോയിട്ട് ഹെയർ ഒട്ടുമില്ലാത്ത ഒരവസ്ഥയിലോട്ടൊക്കെ വരുന്നതാണ് സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഹെയർ ഡാമേജ് ആകത്തേ ഇല്ല ഈ ഒരു കാര്യം നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോയാൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഹോസ്റ്റലേഴ്സിനും അതുപോലെ തന്നെ വളരെ ബിസി ആയിട്ടുള്ള ലേഡീസിനും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഹെയർ കെയറുകളൊന്നും ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. പലർക്കും പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് ഹെയർ കെയറുകളൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ ആണ് ഇത്. നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്കൊരു 2 ആഴ്ച വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടെ പറ്റുന്ന ഒരു ഹോം റെമഡിയാണിത്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ കെയർ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മുടെ ഹെയർ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ചെയ്യാനും നല്ലപോലെ തന്നെ തിക്കാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോം റെമഡിയാണിത്. പിന്നെ നിങ്ങൾക്ക് എത്ര വലിയ മുടികൊഴിച്ചിലാണെങ്കിലും നിങ്ങളുടെ മുടികൊഴിച്ചിലൊക്കെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ യാതൊരുവിധ ഡാമേജുകളും ഇല്ലാതെ, ഡാമേജൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും റിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഹെയർ നല്ല പോലെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു ഹെയർ കെയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്താണ് ഇന്നത്തെ ഹോം റെമഡി എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് റോസ്മേരി എന്നാണ്. അപ്പോൾ റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ യൂട്യൂബിലും എല്ലായിടത്തും നോക്കിയാലും ഒരുപാട് കാണാവുന്നതാണ്. അപ്പോൾ അത് റോസ്മേരി വാട്ടർ നമുക്ക് മേടിക്കണം. കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ എല്ലാവർക്കും ലോ ബഡ്ജറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ റോസ്മേരി ലീവ്സ് മേടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള റോസ്മേരി ലീവ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡ്രൈഡാണ്. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ലീവ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലീവ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും മസ്റ്റായിട്ട് മേടിച്ച് ഉപയോഗിക്കേണ്ട ഒരു റോസ്മേരി ലീവ്സാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാൻഡ്. അപ്പോൾ എനിക്കിത് കിട്ടിയത് 2 ബോട്ടിൽ 200 സംതിങ് റുപ്പീസിനാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. വളരെ അഫോർഡബിളാണ്. നമ്മൾ റോസ്മേരി വാട്ടറൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും വളരെ അഫോർഡബിളായിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇതുപോലെ ലീവ്സ് തന്നെ എടുത്തത്. കാരണം റോസ്മേരി വാട്ടർ ഞാൻ നോക്കിയപ്പോൾ അത് കുറച്ചൊരു റോസ്മേരി വാട്ടറിന് തന്നെ നമുക്ക് അത്യാവശ്യം 200-ന് മുകളിൽ വില കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 2 മാസം തികച്ച് ഉപയോഗിക്കാനുണ്ടോ എന്ന് സംശയമാണ്. നമ്മുടെ വീട്ടിൽ 2-3 പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസമൊക്കെ യൂസ് ചെയ്യാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള റോസ്മേരി വാട്ടറേ ഉള്ളൂ. നമ്മളത് ആൽഫ്സ് ഗുഡ്നെസ്സിൻ്റെയൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കണം എന്നുള്ളവർക്ക് മേടിക്കാം. ഞാൻ പറയുന്നത് കുറച്ചും കൂടെ അഫോർഡബിളായിട്ടുള്ള റേറ്റിലും കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ നാൾ ഉപയോഗിക്കാനായിട്ട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റോസ്മേരി ലീവ്സിൻ്റെ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി അഫോർഡബിളായിട്ട് തോന്നി. കാരണം 2 ബോട്ടിലുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിൽ നമ്മൾ ഇത് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2 ആഴ്ചത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 3-4 മാസത്തേക്ക് യൂസ് ചെയ്യാനുള്ള റോസ്മേരി ലീവ്സ് ഈ 2 പാക്കറ്റിലും കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ അളവിലാണ് റോസ്മേരി ലീവ്സ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റോസ്മേരി ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊരു നല്ല പോലെ ഇത് ഒരു 1.5 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് ആകുന്നിടം വരെ നല്ലപോലെ തിളപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ 2 ഗ്ലാസ് വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്.
എന്നിട്ട് ഇത് നല്ലപോലെ അടച്ചു വെച്ച് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഇതുപോലത്തെ ഒരു ഗോൾഡ് കളറിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇത് ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് കിടക്കാൻ പോകുന്ന ടൈമിൽ ഏതൊരു ടൈമിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. മുടിയെല്ലാം നല്ലപോലെ കോമ്പ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹെയർ ലോസ് നന്നായിട്ടുള്ള ഭാഗങ്ങളിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് നേരം പതിയെ മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഫുള്ള് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഇത് കുറച്ച് ഒരു ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് ഹെയർ കെട്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാം എപ്പോൾ വേണമെങ്കിലും. മിനിമം ഒരു 1 അവറെങ്കിലും നിങ്ങളുടെ ഹെയറിൽ ഇത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമുക്ക് അത്രയും നേരം നമ്മുടെ തലയിൽ ഇത് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതിന് യാതൊരുവിധ ഇറിറ്റേറ്റിംഗ് ഒന്നും നമ്മുടെ ഹെയറിൽ കൊടുക്കത്തില്ല. ഹെയറിന് നല്ലൊരു മണവും കൂടെ കിട്ടാനായിട്ട് ഈ ഒരു റോസ്മേരി ലീവ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹോസ്റ്റലൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ തിളച്ചിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് ഈ ഒരു റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെക്കുക. അതിൻ്റെ സത്തെല്ലാം കൂടെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ ഒരു 2-3 ദിവസത്തേക്കൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്തായാലും ഹോസ്റ്റലേഴ്സിന് ഇത് യൂസ്ഫുൾ ആണ്. കാരണം ഹെയർ പാക്കുകളൊന്നും നിങ്ങൾക്ക് ഡെയിലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഒരു തരത്തിലും ഡാമേജ് ആവത്തില്ല. നമുക്ക് സാധാരണയായിട്ട് കുറേ പേർക്കൊക്കെ വരുന്ന പ്രശ്നമാണ് വെള്ളം മാറി കുളിക്കുമ്പോഴൊക്കെ ഹെയർ ലോസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് ഈ ഒരു റോസ്മേരി ലീവ്സിൻ്റെ വാട്ടർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് ഡെയിലി ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഡെയിലി നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറ്റാനായിട്ട് ഈ ഒരു റോസ്മേരി വാട്ടർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഹെയറിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും നിങ്ങളുടെ ഹെയർ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു റോസ്മേരി വാട്ടർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇത് പറയാനായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഗോൾഡ് കളറാണെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്ന കാണാം. ഒരു ബ്ലാക്ക് കളറിലോട്ടാകും. അത് കാണുമ്പോൾ നമ്മുടെ ഈ വെള്ളം അഴുക്കായി പോകുമെന്ന് വിചാരിക്കേണ്ട. അതിൻ്റെ ഒരു കറ ഇങ്ങനെ പിടിച്ച് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതിൻ്റെ മണം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ മണം ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് എടുത്ത് കളയാനായിട്ട് ബാലൻസ് കാണത്തില്ല. ഏകദേശം നമുക്ക് ഈ ഒരു 1.5 ഗ്ലാസ് നമുക്ക് 2 ആഴ്ച കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് തീരും. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.